ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടു കൂടി ആയിരിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ പകലിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു വീഡിയോയുമായിട്ട് വരുവാനുള്ള പ്രധാന കാരണം, ഞാൻ താമസിക്കുന്ന ഗ്രാമത്തിൻ്റെ ഒരു ചിത്രം നിങ്ങളുടെ മുമ്പിലേക്ക് തരുവാൻ വേണ്ടിയാണ്. കഴിഞ്ഞ 5 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് കടന്നു വന്നു. ഈ ഗ്രാമത്തിലെ ഒത്തിരി സ്ഥലങ്ങളിൽ എനിക്ക് കടന്നുപോയി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ ഒരുക്കി. ഈ ഗ്രാമം മാത്രമല്ല, ഇതോടൊപ്പം ചേർന്നുള്ള 6-7 ഗ്രാമങ്ങൾ, അതോടൊപ്പം തന്നെ സെറ്റിൽമെൻറ്റ് കോളനികൾ, ആദിവാസി ഊരുകൾ, ഈ സ്ഥലങ്ങളൊക്കെ കടന്നുപോയി കാടും മലയും ഒക്കെ കയറി ഇറങ്ങി പ്രാർത്ഥിക്കുവാൻ സ്വർഗം എനിക്ക് കൃപ നൽകി. അതോടൊപ്പം തന്നെ ഇവിടെ താമസിപ്പിക്കുന്ന ഈ ഭവനത്തിൻ്റെ എൻ്റെ മകനായ സമീർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രിയ, അതോടൊപ്പം തന്നെ ജോൺസൺ, അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു മകനായ രാജ, ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. അവരുടെയൊക്കെ ആ ഡെഡിക്കേഷൻ, സമർപ്പണം ഭയങ്കരമായി എനിക്ക് ഒരു ഉത്സാഹം തന്നു. ഞാൻ പോയ സ്ഥലങ്ങളിലൊക്കെയും അനേകം ഇടങ്ങളിൽ ദൈവപ്രവൃത്തികൾ വെളിപ്പെടുന്നത് കാണുവാൻ സ്വർഗം ഇടയാക്കി. ഒത്തിരി പേർക്ക് ദൈവികമായ കുറേ സഹായങ്ങൾ ചെയ്യുവാനൊക്കെ ദൈവം അവസരമൊരുക്കിയതിനൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുടെ പിൻബലമാണ് ഈ സ്ഥലങ്ങളിലൊക്കെ വരുവാനും പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം കൃപ ഒരുക്കുന്നത്. സ്തോത്രം. ദൈവം തന്നിരിക്കുന്ന താലന്തുകളെ വ്യാപാരം ചെയ്യുവാൻ തക്ക നിലവാരത്തിൽ നമ്മളെ ദൈവം ഒരുക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുത്തുന്നു. സകല മഹത്വം നസ്രയനായ യേശുവിന് മാത്രമാണ്. കാരണം നമ്മെ സൃഷ്ടിക്കുമ്പോൾ തന്നെ നമ്മൾ എന്തായി തീരണമെന്ന് ദൈവം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു ചെറിയ വീഡിയോയുമായിട്ട് വരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മറന്നു പോകരുത്. ശുശ്രൂഷകളിൽ നമ്മൾ എപ്പോഴും വളരെ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവം പല ദേശങ്ങൾ, ഗ്രാമങ്ങൾ, പട്ടണങ്ങൾ, അതേപോലെ രാജ്യങ്ങളിലേക്ക് ദൈവം നമ്മെ കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. പ്രത്യേകിച്ച് മിഷൻ പ്രവർത്തനം എന്ന് പറയുമ്പോൾ വളരെ കഠിനമാണ്. ഓരോ മിഷണറിമാരും, ഇവിടെ പ്രവർത്തിക്കുന്നവരും, ഇവിടെ നിന്നും വന്നുപോയി എന്നെപ്പോലെ നിൽക്കുന്നവരെല്ലാവരും അനുഭവിക്കുന്ന ഒരേ പ്രശ്നം തന്നെയാണ്. കാരണം യാത്രകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ സാഹചര്യങ്ങൾ, അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത പല സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം മാറ്റി വയ്ക്കേണ്ടി വരും. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സുഖങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് അവരുടെ കൂടെ ഇരുന്ന് നമുക്ക് അവരിൽ ഒരാളായി ജീവിക്കേണ്ടി വരും. മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ചും എനിക്ക് മുമ്പേ ഉള്ള മിഷണറിമാരുടെയൊക്കെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അവരുടെയൊക്കെ ഊരുകളിൽ, അവരുടെയൊക്കെ ഗ്രാമങ്ങൾക്കകത്ത് ചെന്ന് അവരോടൊപ്പം വസിച്ച് അവരുടെ കൂടെ ഇരുന്ന് അവർ തരുന്ന ഭക്ഷണവും കഴിച്ച് അവരുടെ കൂടെ നടന്ന് സുവിശേഷം പറയുകയും അവരുടെ ഗ്രാമങ്ങൾ സന്ദർശിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ശുശ്രൂഷയുടെ മാഹാത്മ്യം. അതാണ് മിഷൻ പ്രവർത്തനമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ഈ ദിവസങ്ങളിൽ എൻ്റെ യാത്രകൾ തുടർമാനമായി അങ്ങനെ തന്നെയാണ് ഞാൻ യാത്രകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം ആ സ്ഥലങ്ങളിലൊക്കെയും ദൈവമഹത്വം വെളിപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ സഹോദരങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. ഞാൻ അതിൻ്റെ ആ പിക്ചർ ഒന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് കാണണം. ഓരോ സ്ഥലത്തും നമ്മൾ ചെല്ലുമ്പോൾ ഓരോ വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ജീവിത സാഹചര്യങ്ങളും അവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ ക്രമീകരിക്കപ്പെടേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ നല്ലൊരു സ്കൂളില്ല, നമ്മളെ നാട്ടിലുള്ളതുപോലെ ഉള്ള ഒരു സംവിധാനവും ഇല്ല. നമ്മുടെ കേരളത്തിൽ നിന്നും ഏകദേശം 10, 25, 30 വർഷം ബാക്കിലാണ് ഓരോ സംസ്ഥാനം നിലനിൽക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയൊക്കെ തന്നെയാണെങ്കിലും ഇവിടുത്തെ ഗ്രാമവാസികളൊക്കെ ഒരു സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ പോയി പഠിച്ച് അവിടെ നിന്നും അങ്ങോട്ടൊക്കെ പഠിക്കാനുള്ള സൗകര്യങ്ങൾ കാണത്തില്ല. അങ്ങനെ അവരിവിടുത്തെ കർഷകരും ഇവിടുത്തെ തൊഴിലില്ലാത്തവരായി മാറുകയാണ്. ഇവിടുത്തെ തനതായ കൃഷികൾ ചെയ്ത് അവർ ഉപജീവനങ്ങൾ കഴിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. ഇവരെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ഗ്രാമങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇവിടുത്തെ ദേശങ്ങളെയും ദേശവാസികളെ ഓർത്ത് പ്രാർത്ഥിക്കണം. നമ്മളെപ്പോലെ ജീവിക്കുവാൻ ഇവർക്കും ഈ രാജ്യത്ത് അവകാശമുണ്ട്. അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന നിലവാരത്തിലുള്ള പ്രവൃത്തികൾ ഇവിടെ വെളിപ്പെടുമ്പോൾ സുവിശേഷം എത്തുന്നിടത്തൊക്കെ ആ വെളിച്ചം വീശുക തന്നെ ചെയ്യും. ഇരുട്ടിലിരിക്കുന്ന വലിയൊരു ജനം ഒരു പ്രകാശം കണ്ടുവെന്ന ആ പ്രകാശം യേശുവാണ്. ആ യേശുവിൻ്റെ പ്രകാശം ഈ ഗ്രാമങ്ങളിൽ തെളിയുവാൻ വേണ്ടി തന്നെയാണ് ഈ ദിവസങ്ങളിലൊക്കെ യാത്രകൾ പുറപ്പെടുത്തരും. ഈ ഗ്രാമങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ താമസിക്കുന്ന ഭവനം ഇതാണ്. ഹല്ലേലൂയ. ഈ ദേശത്തെയും ഈ ഗ്രാമങ്ങളെയും ഗ്രാമവാസികളെയൊക്കെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ മകനീയമായ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. മേ ഗോഡ് ബ്ലസ് യു. ജീസസ് ലവ്സ് യു. ഞാൻ ഇതിൻ്റെ പിക്ചർ അങ്ങോട്ട് കാണിക്കാം. ഹല്ലേലൂയ. ഞാൻ താമസിക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലമാണ്.
നമ്മുടെ ഗ്രാമത്തിനകത്തൊരു ലൂതറൻ മിഷൻ ചർച്ചുണ്ട്. ഇത് ഈ സ്ഥലത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. ഞാൻ താമസിക്കുന്ന ആ വീടാണ്. ആ ഒരു ബ്രൗൺ കളറിൽ പെയിൻ്റ് അടിച്ച വീടാണ് ഞാൻ താമസിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രാമവാസികളെല്ലാം വളരെ സ്നേഹമുള്ളവരും വളരെ ദൈവകൃപയുള്ളവരുമാണ്. പ്രത്യേകിച്ച് ഈ ഗ്രാമത്തിലുള്ളവരെല്ലാം കുറച്ചുകൂടി എന്താ പറയുക, ആത്മീയമായും നല്ല വിശ്വാസം വർദ്ധിച്ച് വരുന്നവരാണ്. ഇതാണ് ആ ഗ്രാമത്തിൻ്റെ പശ്ചാത്തലം. ഈ സഹോദരിമാർ വെള്ളം എടുക്കുന്നു. ഇതാണ് ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലം. ഇതുപോലത്തെ ഗ്രാമത്തിനകത്ത് വന്ന് താമസിച്ച് ഇവരുടെ കൂടെ ഒരാളായി മാറിയെങ്കിൽ മാത്രമേ ഇവിടെ സുവിശേഷം നമുക്ക് വിതയ്ക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു ദിവസം കൊണ്ടൊന്നും ഒരു ഗ്രാമത്തിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ യാത്രകൾ പലപ്പോഴൊക്കെ കുറച്ച് നീണ്ടു പോകാറുണ്ട്. കാരണം നമ്മൾ വരുന്ന ഗ്രാമത്തിൽ വന്ന് നമ്മൾ നിശ്ചയിക്കുന്ന സമയത്തൊന്നും നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല. കാരണം ആ ഗ്രാമത്തിനകത്ത് നിൽക്കുമ്പോൾ കുറച്ചുകൂടി ചിലപ്പോൾ സുവിശേഷം അറിയിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി നമ്മളിവിടെ നിൽക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഈ ഗ്രാമങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ പറയുന്നു. അടുത്ത് രാജസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ പഞ്ചാബ്, ഡൽഹി, ഹരിയാന ഈ ദേശങ്ങൾ കൂടി സന്ദർശിച്ച് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം അതിനുള്ള വഴികളും വാതിലുകളും തുറക്കും. ആ സമയങ്ങളിൽ അവിടെയൊക്കെ കടന്നുപോയി പ്രാർത്ഥിച്ച് നേരെ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തരുന്ന എല്ലാ നല്ല സഹകരണത്തിനും ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മേ ഗോഡ് ബ്ലസ് യു. ജീസസ് ലവ്സ് യു. ആമേൻ. ഗോഡ് ബ്ലസ് യു.